ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജപ്പാനിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നു. ലോകം മുഴുവൻ അത് ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ്. തൊട്ടു പിന്നാലെ സുപ്രധാനമായ അതിനിർണായകമായ ചില പദ്ധതികൾ ഇന്ത്യയും ജപ്പാനും ചേർന്ന് തീരുമാനമെടുക്കുന്നു. ലോകത്തിന്റെ തന്നെ ഭാവി തിരുത്തിയെഴുതുന്ന വമ്പൻ തീരുമാനങ്ങൾ. അതായത് വെറുമൊരു നയതന്ത്ര സന്ദർശനമായിരുന്നില്ല ഇത്, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപരമായ സഖ്യത്തിന്റെയും ലോകക്രമത്തിൽ ഇന്ത്യയുടെ പുതിയ സ്ഥാനത്തിന്റെയും പ്രഖ്യാപനമായിരുന്നു. ഈ സന്ദർശനത്തിൽ പിറവിയെടുത്ത ചില സുപ്രധാനമായ അതിനിർണായകമായ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ നീക്കത്തെ ഇത്രയേറെ പ്രാധാന്യത്തോടെ വീക്ഷിക്കുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനും നയതന്ത്ര ബന്ധങ്ങൾക്കും ഈ യാത്ര എങ്ങനെയാണ് പുതിയൊരു ദിശാബോധം നൽകുന്നത്? ഇതെല്ലാം നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അമേരിക്കയുടെ ഇരട്ടി തീരുവയെ മറികടക്കാൻ വഴി തേടുന്ന ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ജപ്പാൻ സന്ദർശനം ഒരു നിർണായകമായ നീക്കമായിരുന്നു. ഒരു പതിറ്റാണ്ടിനിടെ ജപ്പാനിൽ നിന്നും 10 ലക്ഷം കോടി യെന്നിന്റെ ഏകദേശം 67 ബില്യന്റെ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകാനായി ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ഊർജിതമാക്കാൻ ഈ കൂടിക്കാഴ്ച സഹായിച്ചു. സാമ്പത്തിക പങ്കാളിത്തം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, ആരോഗ്യം തുടങ്ങി 8ഓളം മേഖലകളിൽ 10 വർഷത്തേക്ക് തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ചാന്ദ്രയാൻ 5 ദൗത്യത്തിൽ ഇന്ത്യയുടെ ISROയുമായി ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ JAXA സഹകരിക്കും. കൂടാതെ AI, അർദ്ധചാലകം തുടങ്ങിയ സാങ്കേതിക രംഗങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും അപൂർവ ധാതുക്കളുടെ ഖനനത്തിന് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ധാരണയായി കഴിഞ്ഞു. അടുത്ത 5 വർഷത്തിനിടെ 50,000 ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികൾക്ക് ജപ്പാൻ വിസ നൽകുമെന്നതും ശ്രദ്ധേയമായ തീരുമാനമാണ്. ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് പുതിയ ഊർജം നൽകി. യുഎസിന്റെ വ്യാപാര യുദ്ധം ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചിരിക്കെ പുതിയ വിപണി തേടുകയാണ് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത്. സാമ്പത്തിക വിപണി സഹകരണം ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾ ഇന്ത്യയെ ഒരു പുതിയ ലോകശക്തിയായി വളർത്താൻ സഹായിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പെന്ന് പറയുമ്പോൾ അതൊന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. ഇന്ത്യ ഇപ്പോൾ ഏകദേശം 4.19 ട്രില്യൺ GDPയുമായി ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. EY ഇക്കണോമിക് വാച്ചിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രവചിക്കുന്നത് 2030ഓടെ ഈ കണക്ക് 20.7 ട്രില്യണിലേക്ക് എത്തുമെന്നും 2038ഓടെ 34.2 ട്രില്യണിൽ എത്തുമെന്നുമാണ്. ഈ കണക്കുകൾ വെറുമൊരു പ്രവചനമല്ല, ഇതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒരു രാജ്യം സാമ്പത്തികമായി വളരുമ്പോൾ അതിന്റെ സ്വാധീനം ലോകമെമ്പാടും അനുഭവപ്പെടും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ച ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി ചൈനയുടെ അതിവേഗ വളർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയെ മാത്രമാണ്. നിക്ഷേപകർ, വ്യവസായികൾ, നയരൂപകർത്താക്കൾ എന്നിവരെല്ലാം ഇന്ത്യയെ ഒരു ഭാവി ശക്തിയെ കാണുന്നുണ്ട്. കാരണം ഇവിടുത്തെ വലിയൊരു മാർക്കറ്റാണ്. ഈ വളർച്ച കേവലം സംഖ്യകളിൽ ഒതുക്കുന്നില്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും ദാരിദ്ര്യം കുറയ്ക്കാനും ഇത് സഹായിക്കും. ഈ കുതിപ്പിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ പറഞ്ഞു തരാം. ഇവയെ നമുക്ക് പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളായി തിരിക്കാം. ശക്തമായ സാമ്പത്തിക അടിസ്ഥാനങ്ങൾ. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ ശക്തമാണ്. ഉയർന്ന സമ്പാദ്യ നിക്ഷേപ നിരക്കുകളാണ് അതിലൊന്ന്. ഇന്ത്യക്കാർക്ക് സമ്പാദിക്കാനും നിക്ഷേപിക്കാനുമുള്ള താല്പര്യം വളരെ കൂടുതലാണ്. ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലധനം ലഭ്യമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ സർക്കാരിന്റെ കടം GDP അനുപാതം കുറഞ്ഞു വരുന്നത് ഒരു നല്ല സൂചനയാണ്. 2024 ഇത് 81.3% 2030ഓടെ 75.8% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നു. കൂടാതെ വിദേശ നാണ്യ കരുതൽ ശേഖരം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ശക്തമായി നിലനിർത്താനും ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ഇത് ആഗോള സാമ്പത്തിക അസ്ഥിരതകളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുകയാണ്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ യുവജനങ്ങളാണ്. 28.8 വയസ്സാണ് ഇന്ത്യയിലെ ശരാശരി പ്രായം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. യുവജനതയുടെ വലിയൊരു വിഭാഗം തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാകുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഉൽപാദനക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയും. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും. യുവാക്കളും വൈദഗ്ധ്യവുമുള്ള ഈ തൊഴിൽ ശക്തി ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. പല വികസിത രാജ്യങ്ങളിലും ജനസംഖ്യാ പ്രായം കൂടിയതിനാൽ തൊഴിൽ ശക്തി കുറഞ്ഞു വരുമ്പോൾ ഇന്ത്യയുടെ യുവജനസംഖ്യ ഒരു വലിയ നേട്ടമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഈ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചു. പിന്നെയുള്ളത് GST ആണ്. അതായത് രാജ്യത്തെ നികുതി സമ്പ്രദായം ഏകീകരിക്കുകയും ലളിതമാക്കുകയും ചെയ്തു. പിന്നെ പാപ്പരത്ത നിയമാവലി. കടക്കെണിയിലായ കമ്പനികളുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ ഇത് സഹായിച്ചു. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പിന്നെ UPI അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തൽ. ഡിജിറ്റൽ പണമിടപാടുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചതോടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കി. പിന്നെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങൾ. ഇത് രാജ്യത്തെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഒരു ഉണർവ് നൽകി. വിദേശ നിക്ഷേപകരെ ഇത് നല്ല രീതിയിൽ ആകർഷിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ വികസനത്തിന് വ്യക്തമായൊരു നൈരേഖ്യമുണ്ടായിരുന്നു. നമ്മളിത് രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി പറയുന്നതല്ല, വ്യക്തമായ കാരണങ്ങളോടെ ഞാൻ പറഞ്ഞു തരാം. അതായത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നീ മുദ്രാവാക്യം വെറുമൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല. ഡിജിറ്റൽ ഇന്ത്യ UPIയുടെ വ്യാപനം അതിലൊരു ഉദാഹരണമാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പശ്ചാത്തല സൗകര്യങ്ങൾ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ. രാജ്യത്തിനകത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഈ പദ്ധതിയിലൂടെ പ്രതിരോധം, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറച്ചു. ഇത് രാജ്യത്തിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നെ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള നയങ്ങൾ. അതായത് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി നമ്മുടെ സർക്കാർ നിക്ഷേപക സൗഹൃദ നയങ്ങൾ ഇഷ്ടംപോലെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് രാജ്യത്തേക്ക് കൂടുതൽ മൂലധനം ഒഴുകിയെത്താൻ സഹായിച്ചു. ഇന്ത്യ വേഴ്സസ് ലോകശക്തികൾ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയുടെ വേഗത മനസ്സിലാക്കാൻ മറ്റ് ലോകശക്തികളുമായി ഒന്ന് താരതമ്യം ചെയ്യുന്നത് വളരെ സഹായകരമായിരിക്കും. ചൈനയെ എടുത്തു നോക്കുമ്പോൾ 2030 ചൈന 42.2 ട്രില്യൺ GDPയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ പ്രായമാകുന്ന ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന ഘടകവുമാണ്. ഇത് അവരുടെ വളർച്ചാ നിരക്കിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിച്ചേക്കാം. ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രതിസന്ധിയും കയറ്റുമതിയെ അമിതമായി അവർ ആശ്രയിക്കുന്നതും അവരുടെ വളർച്ചയ്ക്ക് ഒരു വെല്ലുവിളിയായിരിക്കും. ഇനി അമേരിക്കയെ എടുത്തു നോക്കുമ്പോഴോ, അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. എന്നാൽ ഉയർന്ന കടം, GDP അനുപാതവും മന്ദഗതിയിലുള്ള വളർച്ചയും അവർ നല്ലപോലെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ടും സേവന മേഖലയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് ചില ഘട്ടങ്ങളിൽ വളർച്ചയെ പരിമിതപ്പെടുത്തിയേക്കാം. ഇനി ജർമ്മനിയും ജപ്പാനും നോക്കുമ്പോൾ ഈ രാജ്യങ്ങൾ സാങ്കേതികമായി വളരെ പുരോഗമിച്ചവരാണ്. പക്ഷേ ഇവരും പ്രായമായ ജനസംഖ്യയുടെയും ആഗോള വ്യാപാരത്തെ അമിതമായി ആശ്രയിക്കുന്നതിന്റെയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവരുടെ ആഭ്യന്തര ഡിമാൻഡ് വളരെ കുറവാണ്. ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയുടെ യുവജന സംഖ്യ, ശക്തമായ ആഭ്യന്തര ഡിമാൻഡ്, സുസ്ഥിരമായ കടം പ്രൊഫൈല് എന്നിവ ഇന്ത്യക്ക് ഒരു വലിയ മുൻതൂക്കം നൽകുന്നു. അസ്ഥിരമായ ആഗോള സാഹചര്യങ്ങളിൽ പോലും ഉയർന്ന വളർച്ച നിലനിർത്താൻ ഇത് ഇന്ത്യയെ സഹായിക്കും. പിന്നെ PPPയും ഇന്ത്യയുടെ ഭാവി ശക്തിയും. ഇവിടെ PPP അഥവാ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന ആശയം വളരെ പ്രധാനമാണ്. വിപണി വിനിമയ നിരക്കുകൾ പ്രകാരം ഒരു രാജ്യത്തെ പണത്തിന് എത്രമാത്രം സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുമെന്ന് കണക്കാക്കുന്ന രീതിയാണിത്. PPP അനുസരിച്ച് ഇന്ത്യയിൽ $1 അമേരിക്കയിൽ $1 കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ സാധിക്കും. ഈ കണക്കനുസരിച്ച് 2038 ഇന്ത്യ PPPയിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള സാധ്യതയുണ്ട്. 2028-30 കാലഘട്ടത്തിൽ ഇന്ത്യ 6.5%, US 2.1% വളർച്ചാ നിരക്ക് നിലനിർത്തിയാൽ ഇന്ത്യക്ക് ഈ ലക്ഷ്യത്തിൽ എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഇത് കേവലം ഒരു പ്രവചനമല്ല, മറിച്ച് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിസ്ഥാനങ്ങളുടെയും നയപരമായ കാഴ്ചപ്പാടുകളുടെയും പ്രതിഫലനമാണ്. ഇന്ത്യയുടെ ഈ വളർച്ചാ യാത്രയിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് US താരിഫുകൾ പോലെയുള്ള ബാഹ്യ ഘടകങ്ങൾ GDPയെ 0.9% വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശക്തമായ ആഭ്യന്തര ഡിമാൻഡും കയറ്റുമതിയുടെ വൈവിധ്യവൽക്കരണവും ഏതൊരു ആദ്യത്തെയും 0.1% പോയിന്റിലേക്ക് പരിമിതപ്പെടുത്താനായി സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിയും. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായും മുന്നോട്ട് നയിക്കുന്നത് ആഭ്യന്തര ഉപഭോഗമാണ്, അഥവാ ഡൊമസ്റ്റിക് കൺസപ്ഷൻ. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പോലും ഇന്ത്യക്ക് താരതമ്യേന മികച്ച വളർച്ച നിലനിർത്താൻ സാധിക്കും. ഇന്ത്യയുടെ ഈ കുതിപ്പിന് കാരണം കേവലം ഭാഗ്യമല്ല, മറിച്ച് ദീർഘകാല കാഴ്ചപ്പാടുള്ള നയങ്ങൾ, ശക്തമായ ജനസംഖ്യ അടിത്തറ, കൂടാതെ ഒരു വികസിത രാഷ്ട്രമാകാനുള്ള ലക്ഷ്യവും കൂടിച്ചേർന്നതാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടാൻ ഈ വളർച്ചാ നിരക്ക് നിർണായകമാണ്.
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ലോകത്തിന് ഒരു പുതിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്. യുവജനതയുടെ ശക്തി, നൂതനമായ സാങ്കേതിക വിദ്യകൾ, ദൂരവ്യാപകമായ നയപരമായ പരിഷ്കാരങ്ങൾ എന്നിവയെല്ലാം ചേരുമ്പോൾ ഇന്ത്യ ഒരു പുതിയ ലോകശക്തിയായി മാറുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഓരോരുത്തർക്കും പങ്കുചേരാൻ സാധിക്കും. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായി ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.